അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ റൂമൊക്കെ ഒന്ന് അടിപൊളിയാക്കി അറേഞ്ച് ചെയ്തെടുക്കാനാണ്. എൻ്റെ പഠിക്കുന്ന ടേബിളും പിന്നെ അതുപോലെ ഡ്രസ്സൊക്കെ വെച്ചേക്കുന്നതൊക്കെ. കാരണം +1 ക്ലാസ് സ്കൂളിൽ തുടങ്ങിയില്ല, പക്ഷേ ട്യൂഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്കൂളിൽ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് റൂമൊക്കെ ഒന്ന് അടിപൊളിയാക്കി എടുക്കണം. അപ്പോൾ ഫുള്ള് ക്രാഫ്റ്റിൻ്റെ രീതിയിൽ അതുമൊക്കെ ഇതുമൊക്കെ ആയിട്ട് ഇവിടെ കിടക്കുവാണ്. അപ്പം നമുക്ക് നേരെ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകാം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ടേബിൾ ഇതാണ് കേട്ടോ. ചെറിയ കാണുമ്പോൾ തന്നെ അറിയാം നല്ല രീതിക്ക് അലമ്പായിട്ടാണ് ഇത് കിടക്കുന്നത്. നമുക്ക് ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ഇച്ചിരി സ്പീഡിലാണ് കാണിക്കുന്നത്, അത്യാവശ്യം നല്ല ലാഗായിട്ടുള്ള വീഡിയോ ആണ്, അതുകൊണ്ട് ഇച്ചിരി സ്പീഡിലാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് നടുക്കി ഓർഡറിലാക്കി കറക്റ്റായിട്ട് വെക്കണം. ഇതാണ് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയൊരു ചെറിയ തൂവലിൻ്റെ ഒരു പഴയ ടൈപ്പ് ഒരു പേനയാണ് ഇത്, ഇങ്ക് ഒഴിച്ചിട്ട് സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതെൻ്റെ വാച്ച്. അപ്പം ഇതാണ് എൻ്റെ ഞാൻ പറഞ്ഞ. പിന്നെ നമുക്ക് അതാണ് വൃത്തിയാക്കേണ്ടത്. അപ്പം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, കുറേ സംഭവങ്ങൾ എന്തൊക്കെയോ എന്നറിയാൻ വേണ്ടി ഒരുപാട് ഐറ്റംസ് എടുത്തതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോന്നായിട്ട് നമുക്ക് ഓരോന്ന് എടുത്ത് നമുക്ക് ഇതെല്ലാം ചെയ്യേണ്ടതായിട്ടുണ്ട്. കറക്റ്റ് ഓർഡർ വെക്കണം. അപ്പോൾ ഇത് ക്ലീൻ ആയിട്ടുണ്ട്. ഇഷ്ടംപോലെ ഐറ്റംസ് കാണുമ്പോൾ തന്നെ അറിയാം, ഒരുപാട് ഇവിടെ കിടപ്പുണ്ട്. ഈ ചീട്ടിൻ്റെ ആവശ്യം നമുക്ക് ഇനി ഇല്ല, വെക്കേഷൻ കഴിഞ്ഞ്. അപ്പോൾ നമുക്ക് ചീട്ട് പുറത്തോട്ട് എടുത്ത് മാറ്റാം. ഇനി സ്കെച്ചും പിന്നെ കുറച്ച് മാർക്കറും ഒക്കെ നമുക്ക് ഈ ബോക്സ് ഇട്ട് വെക്കാം. പിന്നെ പേനയൊക്കെ മറ്റൊരു ബോക്സിൽ ആക്കി വെക്കാം. പിന്നെ ഇത് ചെറുതായിട്ട് ഞാൻ എൽക്കോസിൻ്റെ പേന ചെറുതാക്കി വെച്ചേക്കാണ്. അടുത്തത് ഒരു പശ, പിന്നെ ഒരു കത്രികയാണ് നമ്മൾ വെക്കുന്നത്. പിന്നെ നമുക്കിനി സ്റ്റാപ്ലെയർ വെക്കാം. പിന്നെ നമുക്ക് ഒരു വൈറ്റ്നർ വേണം. പിന്നെ സ്റ്റാപ്ലെയർ ഒന്ന് എടുക്കട്ടെ. ഓക്കെ, നമുക്ക് സ്റ്റാപ്ലെയർ. ഓക്കെ, അപ്പം ഇത്രയും നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന സെറ്റപ്പാണ് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഇത് ചെറിയൊരു ടോയ് പെന്നാണ്, ഇങ്ങനെ ചെറിയൊരു പെന്നാണ്. പിന്നെ ഇനി അടുത്ത് നമുക്ക് ബാക്കി അറേഞ്ച് ചെയ്തത് സ്റ്റൈലിഷാണ്. നമുക്ക് പേനയിലൊക്കെ നമുക്ക് ഈ ഫോണിലൊക്കെ ഒന്ന് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണിത്. അപ്പോൾ പെൻസിൽ സംഭവങ്ങളൊക്കെ നമ്മളിവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ബാക്കിയുള്ള സെറ്റാക്കി നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. സ്കെയിലും എല്ലാം കറക്റ്റായിട്ട് നമ്മൾ ആ പെൻസിലിൻ്റെ കൂടെ തന്നെ വെച്ചിട്ടുണ്ട് എല്ലാം. പിന്നെ ഇതിൻ്റെ ചുമ്മാ ഇവിടെ കിടക്കുന്ന ഇതൊക്കെ എടുത്ത് കളയാൻ നമുക്ക്. പിന്നെ വേറെ ഫോൾഡബിൾ സ്കെയിലുണ്ട്, പിന്നെ ഒരു സ്പിന്നറുണ്ട്, നമുക്ക് ലെൻസിൻ്റെ കൂടെ വെക്കാം ഇവിടെ. പിന്നെ ഇടിവെള്ളം, അതിന് വേണ്ടി സെപ്പറേറ്റ് നമ്മളിതിൻ്റെ സൈഡിലായിട്ട് ഒരു ഹുക്ക് ടൈപ്പ് സംഭവം ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് അവിടെ ഇങ്ങനെ ഇതായിട്ട് വെക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം ഒരു ശരിയായിട്ട് വന്നിട്ടുണ്ട്. മറ്റേത് മൊബൈൽ സ്റ്റാൻഡാണ്. അപ്പോൾ ഞാൻ അടിപൊളിയായിട്ട് ആ ടേബിളും ബുക്കും ഇതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് ട്യൂഷന് കൊണ്ടുപോകുന്ന ബുക്ക് അതൊക്കെ സ്ഥലത്തും. പിന്നെ ബാക്കി ഐറ്റംസ് എല്ലാം ഇത്. പിന്നെ എൻ്റെ കഴുത്തിടുന്ന മാലയും റിങ്ങും ഒക്കെ അവിടെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ചുമരിലാണെങ്കിൽ നമുക്ക് ഈ ടൈം ടേബിളൊക്കെ ഒട്ടിക്കാം. ഇതെന്നെ ടേബിൾ. ഇത് ഇനി അടുത്തതിൻ്റെ ബെഡാണ് നമ്മൾ അറേഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബെഡ് ഇച്ചിരി ഈസിയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ബെഡ് നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം. ബെഡ് അറേഞ്ച് ചെയ്ത് ഇനി അടുത്ത് നമുക്ക് ഈ ഒരു ഏരിയയാണ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പം ഇത് എൻ്റെ ചെറിയൊരു ഇടിവണ്ടി ടൈപ്പ് ഇത് ആണ്. പിന്നെ ഒരു കുതിര, ഒരു ഗണ്ണ്, പിന്നെ എൻ്റെ ഡ്രസ്സൊക്കെ അറേഞ്ച് ചെയ്ത്, പിന്നെ ഒരു സബ് ഇരിപ്പുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം അലമ്പായിട്ട് കിടക്കുവാണ്. പിന്നെ എൻ്റെ ഡ്രോയിങ്സും എല്ലാം അവിടെ ഇവിടെ ആയിട്ടെല്ലാം കിടക്കുവാണ്. അപ്പം ഇത് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കിയിട്ട് വരാം. ഓക്കെ, അപ്പം നമ്മൾ ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഓരോ എൻ്റെ ക്രാഫ്റ്റ് ഒക്കെ നമുക്കൊന്ന് കാണാം. അപ്പോൾ ഇതെൻ്റെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗണ്ണിൻ്റെ വർക്കാണ്. പിന്നെ ഇത് സഡ്ഡസ്റ്ററുടെ മോഡലിൽ ഒരു ബസ് ചെയ്തതാണ്, അത് പൊളിച്ച് കളഞ്ഞിട്ട് ഒരു ഇടിവണ്ടി ചെയ്തു. പിന്നെ ഇതെൻ്റെ ചെറിയൊരു എടുപ്പൂതിരയാണ് ഞാൻ ചെയ്തത്, അതുപോലെയൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, കണ്ടോ, ഇതാണ് ഞാൻ ചെയ്ത ചെറിയ ക്രാഫ്റ്റ്. പിന്നെ ഒരു ഫുൾ റേഞ്ച് സബ് ഇരിപ്പുണ്ട്. പിന്നെ കുറച്ച് ഡ്രോയിങ്സ് ഞാൻ ചെയ്ത കുറച്ച് ഡ്രോയിങ്സാണ്. പിന്നെ നമ്മുടെ ഡ്രസ്സിൻ്റെ കുറച്ച് ഡ്രസ്സുകളെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ വരച്ച കുറച്ച് ഡ്രോയിങ്സാണ്.
രംഗീണനെക്കാട്ടും ട്രെൻഡായിരുന്നു, അതാണ് കുറച്ച് വരച്ച് വെച്ചേക്കുന്നത്. പിന്നെ കുറച്ച് ഭഗവാന്മാരുടെയും കഥകളി എല്ലാം മുത്തപ്പനും എല്ലാവരും ഉണ്ട്. ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കുറച്ച് താമസിച്ച് ഈ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്, പിന്നെ കുറച്ച് ലാഗ് വന്നിട്ടുണ്ട്. കുറച്ച് വീഡിയോ 2 ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ടില്ല. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ മറക്കാതെ എല്ലാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.